ഇതിന് ഹാലൂസിനേഷൻ ആണോ ഇത് റിയൽ ആണോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സ് ഭയങ്കര ചില സാഹചര്യങ്ങൾ ഇവർ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടുമുട്ടി. പലപ്പോഴും ഒരു കുടുംബത്തെ നശിപ്പിക്കണം എന്ന് കരുതി ഇത്തരത്തിലുള്ള ആഭിചാര ക്രിയകളൊക്കെ ചെയ്യുന്ന ആളുകൾ വളരെ ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്യും. 2 സോൾ പ്രസൻസ് കൊടുക്കും. ഈ 2 സോളും കൺട്രോൾ ചെയ്തിട്ടുണ്ടെന്ന് 2 പേരെയാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ സൈക്കിക് എബിലിറ്റിയാണ് ഉപയോഗിക്കാറ്. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ പറയാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ, മറ്റുള്ളവരുടെ മുമ്പിൽ പറയാത്ത കാര്യങ്ങൾ ചിലപ്പോൾ എൻ്റെ ബ്രെയിനിലേക്ക് കയറി വരും. ഈ പലപ്പോഴും ആളുകളുടെ ഒരു ഡൗട്ടാണല്ലോ, എനിക്കെതിരെ ആരെന്ത് ചെയ്തു, എനിക്ക് അവരെ അറിയണം. ഇതാണ് ആളുകൾക്ക് വേണ്ട. അതായത് എനിക്കെന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എനിക്കെതിരെ എന്തോ ഒരു കൂടോത്രോ മന്ത്രവാദമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആഭിചാരക്രിയകൾ എന്തോ ചെയ്തിട്ടുണ്ട്. പല ആളുകളും ഇങ്ങനെ വരുമ്പോൾ ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ സാർ? ഒന്ന്, നമ്മൾ അതിനെപ്പറ്റി അറിഞ്ഞിട്ട് അർത്ഥമില്ല. നമ്മൾ അതിൽ നിന്ന് പുറത്തു വരാനാണ് നമ്മൾ നോക്കേണ്ടത്. അതല്ല നമ്മൾ അതിന്റെ ആര് ചെയ്തതിന് ആരെങ്കിലും ആവട്ടെ അത് ചെയ്തത്. ഒരു പക്ഷെ നമ്മുടെ വീട്ടിലായിരിക്കാം, നമ്മുടെ ബന്ധുക്കാരായിരിക്കാം, നമുക്ക് ഒരു പക്ഷെ ഒന്നും പറയാൻ പോലും പറ്റൂല ഇത് ആരാണെന്ന്. കാരണം മനുഷ്യനാണ്. ഈ മനുഷ്യൻ എങ്ങനെ ചിന്തിക്കണമെന്ന് ദൈവത്തിന് പോലും അറിയില്ലാത്തൊരു കാലഘട്ടം. കാരണം ആർക്കെതിരെ എന്ത് കാണും, രക്തബന്ധമില്ല, സ്നേഹമില്ല, ഈ പറയുന്ന സത്യസന്ധതയില്ല. കാണുമ്പോൾ നമ്മുടെ മുഖത്ത് കാണുന്ന ഈ ചിരിയും പ്രസന്നതയും എൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളതും ഒരു മനുഷ്യനും ചിന്തിക്കാൻ പറ്റില്ല. അവന് പോലും ചിന്തിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലിരിക്കുന്നു. അപ്പോൾ പലപ്പോഴും ഇത് ആരാണ് ചെയ്തതെന്ന് അന്വേഷിച്ച് വരുമ്പോൾ ഞാൻ പലപ്പോഴും പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം അതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷെ നമുക്ക് ഞാൻ ചോദിക്കും നിങ്ങൾക്ക് എന്താ വേണ്ടേ, അല്ല എനിക്ക് വേണ്ടത് ഇത് ആരാന്ന് പറയണം. ആരാന്ന് പറഞ്ഞിട്ട് എന്തിനായിരിക്കും തിരിച്ച് സാധനം ചെയ്യാനാ. അതെ, തിരിച്ച് സാധനം ചെയ്യാനാ. തിരിച്ച് സാധനം ചെയ്യുമ്പോൾ കിട്ടുന്ന കർമ്മ എന്താണെന്ന് ഇവർക്ക് അറിയില്ല. അവര് ചെയ്യേണ്ട കർമ്മ അവർക്ക് ഉറപ്പമായിട്ട് കിട്ടും. അവർ മറ്റൊരാൾ നശിക്കാനോ ആ വ്യക്തിയുടെ സാമ്പത്തികമായ ഭദ്രത തകർക്കാനോ റിലേഷൻഷിപ്പിൽ ബ്രേക്ക് വരുത്താനോ ചെയ്യാനോ കർമ്മ കുറച്ച് നാൾ ഈ വ്യക്തി അനുഭവിക്കേണ്ടി വരും. ചെയ്ത വ്യക്തി ശേഷം ഇതിൻ്റെ ഇരട്ടിയായിട്ട് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒരാളുടെ പേര് പറഞ്ഞു കൊടുത്താൽ നാളെ ഒരിക്കൽ ഈ വ്യക്തി എന്ത് ചിന്തിക്കുക, എൻ്റെ ഇന്ന ആളാണ് ചെയ്തതെന്ന് പറഞ്ഞ് ഇവർ നാളെ ഒരിക്കൽ വേറൊരു അമ്പലത്തിൽ പോയിട്ടോ ഇത്തരത്തിലുള്ള നെഗറ്റീവ് പ്ലേസുകളിൽ പോയിട്ടോ ഇതേ കാര്യം തിരിച്ചു ചെയ്യും. ഇത് കർമ്മപരമായിട്ട് കിട്ടും എന്നുള്ളത് റിയാലിറ്റിയാണ്. നമ്മൾ ഇതിന് പ്രതികാരം ഒന്നും വീട്ടാൻ പോകുന്നുണ്ട്. അപ്പം ഞാൻ പറയും നിങ്ങൾ ഇത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടത് എമർജൻസി ആയിട്ട് ഇതിന് രക്ഷപ്പെടുക. എമർജൻസി ആയിട്ട് രക്ഷപ്പെടേണ്ട പ്രൊസീജിയറുകൾ ചെയ്യുക. അതല്ലാതെ ഇതിൻ്റെ പുറകെ പോകണ്ട. കാരണം നിങ്ങൾക്ക് കുടുംബമുണ്ട്, സാമ്പത്തികമായ ഭദ്രത വേണം. കാരണം ഇതൊരു കാർമിക സാധനം. നമ്മൾ ആർക്കെതിരെ എന്ത് ചെയ്താലും തിരിച്ചു കിട്ടുന്നുള്ളത് പ്രപഞ്ച നിയമമാണ്. അതിന്റെ പുറത്തേക്ക് നമുക്ക് വരാൻ പറ്റൂല. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ തന്നെ. അതിനകത്ത് ഇവിടെ വേർതിരിവൊന്നുമില്ല, വലിയവനോ ചെറിയവനോ ഒന്നുമില്ല. ഈ ആ ലോയിൽ നമ്മൾ ജീവിച്ചേ പറ്റൂ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ചില കേസുകൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. എന്താണെന്നറിയാമോ, അത് നമുക്ക് തോന്നൂലോ, ഇത് പറയേണ്ട വിഷയമാണ്. കാരണം ഈ വ്യക്തിയും നമ്മൾ ഭയങ്കര അടുപ്പമായിരിക്കും. ഈ വ്യക്തി കണ്ണടച്ചായിരിക്കും ഈ വ്യക്തിനെ വിശ്വസിക്കുന്നത്. ഇപ്പൊ എൻ്റെ അടുത്ത് വന്ന ഒരു പയ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മാമനാണ്. ഈ മാമന് ഇവനായിട്ട് ഭയങ്കര സ്നേഹം. ഈ ശത്രുക്കൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഈ ശത്രുക്കളായ ആളുകൾ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ചീത്ത പറയുകയും നമ്മളെ കുറ്റം പറയുകയും നമ്മളെ പറ്റി ഇല്ലാണ്ട് പറയുന്നതാണ് നമ്മുടെ ശത്രു എന്ന്. അല്ലല്ലോ, അവനല്ല ശരിക്കുള്ള ശത്രു. ശരിക്കുള്ള ശത്രു നമ്മളെ പറ്റി പൊക്കി പറയും 24/7 നമ്മുടെ കൂടെ നടക്കുന്നവനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡാമേജ് വരുത്തുന്നതും നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുത്തുന്നതും. മറ്റവനെ അറിയാൻ നമുക്ക് ശത്രുവാണെന്ന്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നുള്ളത് നമുക്ക് മുൻകൂട്ടി കണ്ടെത്താൻ പറ്റും. നമ്മുടെ കൂടെ നടക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ഒരുത്തന്നെ ശത്രുവാണെന്ന് നമ്മളെങ്ങനെ തിരിച്ചറിയും? ശരിയാണ്, എനിക്കനുഭവം ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന കേസുകൾ ഞാൻ ഒരു പക്ഷേ ഹെൽപ്പ് ചെയ്യും സാർ. എന്താന്ന് പറഞ്ഞാൽ ഇത് ഇവർ അറിയണം, ഇത് ആരാണെന്ന് അറിയണം. അപ്പം നമുക്ക് സെൻസ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ, നമ്മളിപ്പോൾ നമ്മുടെ എനർജി ലെവൽ നമ്മൾ സെൻസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ രൂപം തെളിഞ്ഞു വരും ഇത് ആരാണെന്ന്. അപ്പോൾ നമ്മൾ ചോദിക്കും. അപ്പോൾ എനിക്ക് വന്ന ഈ പറഞ്ഞ പയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസ് ചെയ്ത് കഴിയുമ്പോൾ 2-3 മിനിറ്റിനുള്ളിൽ നമുക്ക് തെളിഞ്ഞു ഇത് ആരാണ്. ഞാൻ പറഞ്ഞു ഇന്ന ആളാണ്, ഇന്ന രൂപത്തിൽ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന ഇന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ ഈ പയ്യന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം വിശ്വസിച്ചാൽ പറ്റൂ. കാരണം ഇതങ്ങനെയാ. നീ ചെയ്യേണ്ടത് ഇവിടെ പ്രതികാരമൊന്നും വിചാരിക്കണ്ട. നമ്മൾ ഒരാളോട് പ്രതികാരമോ നമ്മൾ ഒരാളോട് വാശിയോ വിചാരിച്ചാൽ നമ്മളെ നശിച്ചുള്ളൂ. ആ വ്യക്തിക്ക് ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് ഇത്രേ ഉള്ളൂ, വളരെ മാന്യമായിട്ട് സ്കൂട്ടാവുക. ആ വ്യക്തിയുടെ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റിയോ അല്ലെങ്കിൽ വൈരാഗ്യമോ അല്ലെങ്കിൽ ദേഷ്യമൊക്കെ കൊണ്ടായിരിക്കും ആ വ്യക്തി അങ്ങനെ പെരുമാറിയത് എന്ന് ഓർത്തങ്ങ് വിട്ടാൽ മതി. നമ്മളിതിന് ഇത് വൈരാഗ്യ ബുദ്ധിയോടൊന്നും പോകേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ ഒരാളോട് വൈരാഗ്യം വിചാരിക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. നമ്മുടെ ഊർജ്ജമാണ് അവിടെ പോകുന്നത്. ചിലപ്പോൾ 1 മാസം 2 മാസം 1 വർഷം 10 വർഷം ഒരു വ്യക്തിയോട് വൈരാഗ്യം വിചാരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. ഇവർ ഈ 10 വർഷം ഇവരുടെ ജീവിതത്തിന് വേണ്ടി ജീവിച്ചില്ല. അവസാനം അത് പിന്നീട് നമ്മുടെ ശരീരത്തിൽ സെല്ല് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിൽ ക്യാൻസർ
ക്യാൻസറോ അതൊക്കെ ആയിട്ട് മാറും, ഉറപ്പായിട്ട് മാറും. ഇവർ ഈ 10 വർഷം നമ്മൾ ഒരു വർഷം നമ്മുടെ ശത്രുവിന് വേണ്ടി മാറ്റിവെക്കുന്ന സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചാൽ നമ്മൾ ഏത് ലെവലിൽ പോകും. ഇത് പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നില്ല. ആളുകൾ എപ്പോഴും ഇവരുടെ ബ്രെയിൻ ഈ വൈരാഗ്യം, ദേഷ്യം എല്ലാം ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് മാറി ഇവർ അതിലിങ്ങനെ ജീവിക്കുക. അതായത് വൈരാഗ്യത്തിന് വേണ്ടി ജീവിക്കുക, വേസ്റ്റ് അല്ല ലൈഫ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ചില കേസുകൾ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്, പക്ഷെ എല്ലാ കേസുകളും അങ്ങനെ ചെയ്ത് കൊടുക്കാറില്ല. അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? ഉണ്ട്. അങ്ങനത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കൾ തന്നെയായിരിക്കും ഈ ശത്രുഭാവത്ത് വരുന്നത്. അപ്പോൾ ബന്ധുക്കളാണെന്ന് അറിയുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ പിന്നീട് ആ ഒരു എന്തായിരിക്കും, ചിലപ്പോൾ ഒരു അമ്മാവനും അവരുമായിട്ടുള്ള കുടുംബമായിട്ട് മൊത്തത്തിൽ പ്രശ്നവും. ഒരു മുസ്ലിം കുടുംബത്തിൽ ഒരാൾ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ ശരിക്കും അവരുടെ കുടുംബത്തിൽ ഒരിക്കലും അനുവദനീയമല്ല. ആ കുട്ടിയുടെ ആങ്ങളയ്ക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. ആങ്ങളയെ സ്നേഹിക്കുന്നത് വേറൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്വന്തം ജ്യേഷ്ഠൻ്റെ അനിയൻ്റെ മക്കളാണ്. അവരുടെ ഇടയിൽ ഒരിക്കലും അത് അനുവദനീയമല്ല. അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാലോ അത് ശത്രുതയോ. അപ്പോൾ ആ കുട്ടി എന്നോട് പറയായിരുന്നു, വന്ന പെൺകുട്ടി, ഈ പെൺകുട്ടി എന്നോട് പറയായിരുന്നു, സാറേ അത് അവരറിയണ്ട, അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉപ്പയും ജ്യേഷ്ഠനും തമ്മിൽ അതോടുകൂടി ശത്രുതയാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറയണ്ടെന്ന് പറഞ്ഞു. ആ കുട്ടിയൊന്നും അറിയിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ഈ ശത്രുഭാവത്താവും ചേട്ടനും അനിയനും. ജ്യേഷ്ഠനും അനിയനും ശത്രുഭാവമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. പക്ഷെ ആ ബുദ്ധിപൂർവ്വം ആ കുട്ടിക്ക് തന്നെ തോന്നിയെന്നുള്ളതാണ്. ആ കുട്ടി എന്നോട് പറയായിരുന്നു, സാറേ ഇത് അറിയണ്ട എന്നുള്ളത്. കാരണം ആ കുട്ടി അത് അറിഞ്ഞു. ചില സാഹചര്യങ്ങൾ ഇവർ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടുമുട്ടി. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് സ്വന്തം അനിയന് ഇവളുടെ അനിയന് ഇവളുടെ ഉപ്പയുടെ ജ്യേഷ്ഠൻ്റെ മകളുമായിട്ട് പ്രേമമാണ്. ഇപ്പോൾ അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞൊരു എക്സാമ്പിളാണ്. അപ്പോൾ അത് ഒരു കണക്കിന് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞു വിട്ടു. അവർ പറഞ്ഞിട്ടുമില്ല, അതൊരു രഹസ്യമാണ് ഇപ്പോഴും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫാമിലി കൗൺസിലിംഗ് സെക്ഷന് വേണ്ടി വരാം. അതൊരു അമ്മയും മകളുമാണ്, ഭർത്താവും ഉണ്ട്. ഇവർ മുസ്ലിം ഫാമിലിയാണ്. വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയത് ഞാൻ കുഞ്ഞിന് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വരുന്നത്. പെൺകുട്ടിക്ക് ഏകദേശം 16 വയസ്സുള്ള കുഞ്ഞിന് ഇഷ്യൂ എന്ന് പറഞ്ഞാണ് നമ്മുടെ അടുത്ത് വരുന്നത്. നമ്മുടെ അടുത്ത് വന്നതിന് ശേഷം നമ്മളിതൊക്കെ ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൽ ഇഷ്യൂ ഉണ്ട്, ശരിയാണ്. അതൊരു മറ്റ് ഇഷ്യൂസൊന്നുമല്ല. ഒരു എന്താ പറയുക, ദേഹത്ത് പാടുകൾ വീഴുക, മാന്തുന്ന പാടുകൾ, കണ്ണ് മൊത്തത്തിൽ ചേഞ്ച് ആവുക, സൗണ്ട് മാറുക, നോർമൽ പൊസഷൻ തന്നെയാണ് കേസ്. അപ്പോൾ നമ്മളത് എടുത്ത് സെൻസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അച്ഛനും അമ്മയും ഓക്കെയാണ്. പക്ഷേ സംതിങ് എവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. കാരണം ഈ സോളിൻ്റെ എനർജി നമ്മളെപ്പോൾ ഡൗൺ ആക്കുന്നു ആ സമയത്ത് മറ്റെന്തോ ചുറ്റും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം തപ്പി പോകുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. പലപ്പോഴും ഒരു കുടുംബത്തെ നശിപ്പിക്കണമെന്ന് കരുതി ഇത്തരത്തിലുള്ള ആഭിചാര ക്രിയകളൊക്കെ ചെയ്യുന്ന ആളുകൾ വളരെ ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്യും. 2 സോൾ പ്രസൻസ് കൊടുക്കും അവർക്ക്. അതായത് ഒന്നുകിൽ ആ വീട്ടിലുള്ള അമ്മയ്ക്കും മകൾക്കായിരിക്കാം, അച്ഛനും മകൾക്കായിരിക്കാം. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് പ്രശ്നം എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിന് നമ്മൾ റിമൂവ് ചെയ്താലും അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മറ്റേ സോൾ അവിടെ ഉണ്ടാവും. അതായത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുഞ്ഞിൻ്റെ കാര്യം ചെയ്തുകൊണ്ടിരുന്ന കുഞ്ഞിൻ്റെ എനർജി ഡൗൺ ആക്കിയപ്പോൾ കുഞ്ഞിനെ നമ്മൾ ഫോക്കസ് ചെയ്തപ്പോൾ അമ്മ എഫക്റ്റഡ് ആയി. ഏറ്റവും ഡേഞ്ചർ ആയിട്ട് അമ്മയായിരുന്നു. ഇവർക്ക് ആർക്കും മനസ്സിലായില്ല കുടുംബത്തിൽ. അതായത് അമ്മയും മകളുമാണ് കണക്റ്റഡ് ആയിട്ട് നിന്നത്. ഇത് രണ്ട് സോളാ. അതായത് അപ്പം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കുഞ്ഞിന്റെ സോളിനെ ഇറക്കി വിടാൻ പറ്റൂല. കാരണം മറ്റേത് സപ്പോർട്ടായിട്ട് നിൽക്കുക, മറ്റേ സോള് സപ്പോർട്ടായിട്ട് നിൽക്കുക. അങ്ങനെ 2 സോളും ഉണ്ടായിരുന്ന ഒരു കേസ് വന്നു എന്ന് പറയാം. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്കത് കട്ട് ചെയ്ത് കളയാൻ വേണ്ടി. കാരണം കുഞ്ഞിനെ തൊട്ട അമ്മ വയലന്റ് ആവും, അമ്മേനെ തൊട്ട കുഞ്ഞ് വയലന്റ് ആവും. സബ് കോൺഷ്യസിലെ രണ്ടുപേർക്കും ഓർമ്മയില്ല എന്താ സംഭവിക്കണം. മൊത്തം തമിഴാണ്, ഏകദേശം തമിഴും ഇതൊക്കെ കലർന്ന ചീത്തവിളിയും കാര്യങ്ങളും. അതൊന്നുമില്ല, ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ മൊത്തത്തിലങ്ങ് എയറിലങ്ങ് ഫ്ലോട്ട് ആവുമല്ലോ പലപ്പോഴും. മൊത്തം സൗണ്ട് മാറാം. നമുക്ക് എന്താ ഈ ഒന്നും പറയണ്ട, ചുറ്റും നിൽക്കുന്നത്. അപ്പം നമ്മൾ ഹീലിംഗ് നിൽക്കുന്ന സമയത്ത് എന്താ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ ഒരു ക്യാമ്പിൻ്റെ ഇടയിലേക്കായിരിക്കും സംഭവിക്കുന്നത്. ഈ കാണാൻ വേണ്ടി നിൽക്കുന്ന ആളുകളെയും ഇത് ബാധിക്കും കുറേ. നമ്മളിത് പറഞ്ഞു കൊടുക്കും, ഇതൊരു ക്യാമ്പ് സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിത് കാണേണ്ട വിഷയമല്ല. ആളുകളുടെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ അതിൻ്റെ അകത്ത്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് മാനേജ് ചെയ്യുമ്പോൾ പലപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ബുദ്ധിപൂർവ്വം നമുക്കൊരു ഫാമിലിനെ തകർക്കണമെങ്കിൽ 2 സോൾ വെച്ചിട്ട് ഇവർ കളിക്കും. അപ്പോൾ ഇഷ്യൂ മാറില്ല എന്നുള്ള എൻ്റെ അകത്ത് പ്രശ്നം. നമ്മൾ ഒരു സോളിനെ റിമൂവ് ചെയ്ത് വിട്ടാലും മറ്റേ സോൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ടോ, മറ്റേ സോൾ സൈലൻ്റാ, നമുക്ക് കണ്ടെത്താൻ. നമ്മൾ ഈ ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് അമ്മയ്ക്കാണ് ഏറ്റവും സിവിയർ ഇഷ്യൂ. ഈ പെൺകുഞ്ഞിൽ പോയിരിക്കുന്ന വളരെ ശക്തി കുറഞ്ഞ, അത്യാവശ്യം വലിയ അഗ്രസീവ്നെസ് ഇല്ലാത്തൊരു സോളാണ്. എന്നാൽ മറ്റേ സോളാണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചില കേസുകൾ വരാറുണ്ട്. ഞാൻ നിപ്പിൽ കണ്ട ഒരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ വലിയ പ്രയാസമായിരിക്കും. അത് ഞാൻ ഗൾഫിൽ വെച്ചിട്ടുള്ളൊരു അനുഭവമാണ്. അത് ഒരു പാസ്റ്ററാണ് ഹീൽ ചെയ്യുന്നത്. ആ ഹീലിംഗ് ഫലപ്രദമായി. അത് പെരുമ്പാവൂരുള്ളൊരു പയ്യനായിരുന്നു. ആ പയ്യൻ പെട്ടെന്ന് ഇതുപോലെ തന്നെ സ്പിരിച്വൽ എനർജി കിട്ടിയ സമയത്ത് ഇളകാൻ തുടങ്ങി.
ഇളകിയിട്ട് ആൾ ശരിക്കും ഒരു ചെന്നായി ഇരിക്കുന്ന പോലെ ഇരിക്കാൻ തുടങ്ങി, ഊരിയിടാൻ തുടങ്ങി. അതിനുശേഷം പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവന് പറയാൻ പറ്റുന്നില്ല, തൊണ്ട കെട്ടിപ്പോയി എന്നാണ് അവൻ ഇങ്ങനെ കാണിക്കുന്നത്, ആംഗ്യം കൊണ്ട് കാണിക്കുക. അപ്പോൾ ഒരു പേപ്പറും ഒരു പേനയും കയ്യിൽ കൊടുത്തു. അത് കൊടുത്തു കഴിയുമ്പോൾ വളരെ ലെജിബിളായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് മുഖം ഇങ്ങനെ പിടിച്ചിട്ട് ഓരിയിട്ടുകൊണ്ട് എഴുതുകയാണ്. ക്യാൻ യു ഇമാജിൻ? ഞാനുണ്ടല്ലോ നിന്ന നിപ്പിൽ ഞാനിത് റിയാലിറ്റി ആണോ, ശരിക്കും ഇത് നടക്കുന്നതാണോ, ഞാൻ സ്വയം ഒന്ന് നുള്ളി നോക്കി ഇത് റിയാലിറ്റി ആണോ എന്നറിയാം. റിയാലിറ്റി, ഇറ്റ് വാസ് റിയാലിറ്റി. അത് കഴിഞ്ഞ് ആ സ്പിരിച്വൽ ഹീലിംഗിൽ അത് ഒഴിഞ്ഞു പോയി. ഛർദ്ദിച്ചു പോയിട്ടോ, കുറെ ഛർദ്ദിച്ചു പോയി. പലപ്പോഴും നമ്മുടെ എല്ലാ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഹാലൂസിനേഷൻ ആണോ ഇത് റിയൽ ആണോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സ് ഭയങ്കര രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ. ശരിയാണ്, അതാണ് പറയുന്നത്. എങ്ങനെയാണ് ഇതിനെ ഇപ്പൊ എനിക്ക് സംഭവിക്കാറുണ്ട് കേട്ടോ. ഞാൻ പലപ്പോഴും ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഇത് ഹാലൂസിനേഷൻ ആണോ. അതെ അതെ, ഈ കൂടുതൽ അതാണ് ചാൻസ്. വളരെ റെയറസ്റ്റ് ഓഫ് റെയർ ആണ് ഈ പറയുന്ന എൻറ്റിറ്റി വരുന്നത്. 95% ഹാലൂസിനേഷൻ ആയിരിക്കും. ഈ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻ എങ്ങനെ മാനേജ് ചെയ്യും? അത് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ സൈക്കിക് എബിലിറ്റി ഞാൻ ഉപയോഗിക്കാറ്. ഞാൻ എൻ്റെ പെൻഡുലം ഉണ്ട്, ആ പെൻഡുലം വെച്ച് കൊടുത്തിട്ട് ഞാൻ എസ് ഓർ നോ ഇത് റിയൽ എൻറ്റിറ്റി ആണോ അത് വെറും ഹാലൂസിനേഷൻ ആണോ എന്നുള്ള ചോദ്യത്തിന് ആൻസർ കിട്ടും. എന്നിട്ട് അതിനകത്തൊരു ആൻസർ കിട്ടുന്നത് ശരിയാണോ എന്നറിയാൻ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആജ്ഞ കുറച്ചൊന്ന് ആക്ടിവേറ്റ് ആക്കിയിട്ട് കണ്ണടച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങളുടെ ഊർജ്ജവും എനർജി ഇപ്പോൾ ഇത്ര നേരം നമ്മൾ ഇൻട്രാക്ട് ചെയ്തല്ലോ, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ പറയാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ, മറ്റുള്ളവരുടെ മുമ്പിൽ പറയാത്ത കാര്യങ്ങൾ ചിലപ്പോൾ എൻ്റെ ബ്രെയിനിലേക്ക് കയറി വരും. ഞാനിപ്പോൾ അതിന് ശ്രമിച്ചിട്ടില്ല, ഞാൻ പറയുകയാണ്. ഇൻ കേസ് നമ്മുടെ അടുത്തൊരാൾ വരികയാണ് ഹീലിങ്ങിനെങ്കിൽ നമ്മളത് ശ്രമിക്കും. ഡിഫിക്കൽട്ടായിട്ടുള്ള കേസുകളാണെങ്കിൽ എൻറ്റിറ്റി അറ്റാച്ച്മെൻ്റ് ഉണ്ടോ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും. ആ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവരുടെ ഓറയിൽ ഈ ആളെ കാണാൻ പറ്റും. റിയലി അവരുടെ എന്തായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അത് ഉണ്ടായതുകൊണ്ടെന്ന് വെച്ചാൽ ഒരു നായർ തറവാട്ടിലെ, തൃപ്പൂണിത്തുറയുള്ള ഒരു വലിയ നായർ തറവാട്ടിൽ, പണ്ടത്തെ തറവാടാണ്, ആ തറവാട്ടിലൊരു പ്രശ്നം പരിഹരിക്കണം. പുള്ളി പല സ്ഥലത്ത് പോയി. എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞ് സാറേ ഇതിനൊരു പരിഹാരം കിട്ടുമെന്ന് അറിഞ്ഞിട്ടാണ് സാറിൻ്റെ അടുത്ത് വന്നത്, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. ഏകദേശം 2-2.5 മണിക്കൂർ അദ്ദേഹം സ്പെൻഡ് ചെയ്തു അവിടെ. അതിനുള്ളിൽ അവസാനം തെളിഞ്ഞു. അവിടെ പ്രതിഷ്ഠിച്ചു വച്ചിരിക്കുന്ന ബ്രഹ്മരക്ഷസ് ഫീമെയിൽ ഭാഗത്തിലുള്ളൊരു ഇതുണ്ട്. അതിന് ഇപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നൊരു ജ്യോത്സ്യം പറഞ്ഞിരുന്നു. ഈ സെയിം സാധനം ഞാൻ പ്രശ്നം വെച്ചപ്പോഴും അങ്ങനെ തന്നെ ആൻസർ വന്നു.